സത്യം പറ. ഹായ് എവരി വൺ. അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് നേരെ ഊട്ടിയിലേക്ക് പോവുകയാണ്. CCL മാച്ച് കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ആദ്യ രാത്രിക്ക് തന്നെ ഞങ്ങൾ ഊട്ടി പോവുകയാണ്. ഈ സമയം രാത്രി 2 മണി. നല്ല മഞ്ഞായിരുന്നു, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. പന്ത്രണ്ട് മണി വരെ ഉണ്ട്. തണുത്ത് വിറച്ചിട്ട് കാറത്ത് ഇറങ്ങാൻ വയ്യ. എന്താ ഇറങ്ങാത്ത? അപ്പൊ നമ്മള് നിന്ന ഹോട്ടൽ ഇതാണ്, വൈറ്റ് റെസിഡൻസി ഊട്ടി. ഇന്നലെ നിൽക്കാനുള്ള കാര്യം വെച്ചാൽ ഞങ്ങൾ രാത്രി ഒരു 4 മണിയായപ്പോൾ, ഒരു 3-4 മണിയായപ്പോഴാണ് ഊട്ടിയിലെത്തിയത്. കുറേ റിസോർട്ട് വിളിച്ചൊക്കെ ഒന്നും അവൈലബിൾ അല്ല, ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയൊരു റിസോർട്ടല്ല, കിട്ടിയൊരു റെസിഡൻസിയിൽ കയറിയിട്ട് റൂം ബുക്ക് ചെയ്തു. ഇന്ന് ഞങ്ങളിപ്പോൾ കുറച്ച് നേരം വെക്കേറ്റ് ചെയ്യും. അയ്യോ എന്തൊരു തണുപ്പാണ് ഇവിടെ. 8-10 ഡിഗ്രി ഉണ്ട് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട്, നല്ലൊരു വൈബും ഉണ്ട് ഇവിടെ. എന്നാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഊട്ടിയിലെ തണുപ്പ് കുറഞ്ഞ വഴികളിലൂടെ നടക്കുകയാണ്, നല്ല രസമുണ്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയോണ്ട് പിന്നെ നല്ല കത്തിയുണ്ട്. അതിൻ്റെ പിന്നെ യെല്ലോ, എൻ്റെ ഗ്രീൻ. ബാക്കി ഞങ്ങൾക്ക് കാണാൻ മഞ്ഞ്, ഫുള്ള് മഞ്ഞാണ്. പകൽ 10 മണിക്ക്. തടിയുള്ള സമയത്താണ് തണുപ്പിക്കാൻ സഹിച്ചത്. ബോഡിക്കാറ്റ് കുറവാണ്, അടുത്ത് വറക്കുന്നു. ഊട്ടിയിൽ കണ്ടൊരു അത്ഭുതമൊന്നല്ല, മഹേന്ദ്രന്റെ ഏതോ ഒരു ടെസ്റ്റിംഗ് വണ്ടിയാണ്, ക്യാമഫ്ലജ് ആയിട്ട് പോവാണ്. ഇതാണ് ബാക്ക് കണ്ടിട്ട് എന്തോ മറ്റേ ഇതിനെ അടിച്ചു മാറ്റി പോലുണ്ടല്ലോ നമ്മളെ ഡിഫൻഡറിനെ നോക്കി അല്ലേ. അപ്പൊ നമ്മളിപ്പോ പോണത് സെന്റ് ജീഫൻസ് ചർച്ച്. ഇവിടുത്തെ സെമിത്തേരിയാണ് സ്പെഷ്യൽ. സെമിത്തേരി സ്പെഷ്യൽ. ഏതോ ഒരു മാതാവിനെ കുറിച്ചിട്ടുണ്ട് പണ്ട്. അത് പ്രേതായി വന്നു ആണോ? കല്യാണം പ്രേതായിട്ടല്ല, നല്ല രീതിയിൽ വന്നു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങോട്ട് ആരും പോകില്ല, എല്ലാരും പള്ളിയിൽ വന്നിട്ട് പോകും, കല്ലറേനെ കണ്ടു പോകില്ല. നമ്മള് കല്ലറേനെ കണ്ടു പോകും, നമ്മള് വെറൈറ്റി ആയിട്ട് കല്ലറേനെ കണ്ടു പോകും. അതിനേക്കാൾ വലിയ പ്രയത്നാണ് ഞാൻ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് സഹിക്കുന്നത്. അറിയട്ടെ, കാണട്ടെ, അറിയട്ടെ, പ്രയത്നം കാണിച്ചു കൊടുക്കട്ടെ. അതിനേക്കാൾ വലിയ ജീവിച്ചിരിക്കുന്ന പ്രയത്നം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന ഒരു പള്ളിയിലാണ്. എന്താ പള്ളീന്റെ പേര്? സെന്റ് ജോസഫ്സോ സെന്റ് ജോൺസണോ എന്തൊരു പള്ളീന്റെ പേര് ചർച്ച കണ്ടു. പള്ളി ഇതൊക്കെ ടൂർ വന്നാ പോകുന്നുണ്ട്. പോണ്ടേ? നമ്മളിപ്പോ പള്ളിയിലെ സെമിത്തേരിയിലൂടെ പോവാണ്. പക്ഷെ ഭയങ്കര വൈബുള്ള സെമിത്തേരി, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഈ മരങ്ങളെൻ്റെ ഊട്ടിയിലെ ഒരു ഊട്ടി എന്ന് പറയുമ്പോൾ വരുന്ന ഒരു സാധനമാണ് ഈ മരം. അടിപൊളി. നമ്മളിപ്പോ സെമിത്തേരിന്റെ അവിടെ തന്നെയാണ്. ഇസബെല്ല ഫ്രാൻസിസ് പറഞ്ഞ ഒരു 17 വയസ്സുള്ളൊരു കുട്ടി മരിച്ച അതിന്റെ ഇത് കാണാൻ നിൽക്കുകയാണ് അല്ലേ? ടോംബ് കാണാൻ നിൽക്കുകയാണ്. മീൻസ് പ്രേതബാധ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്. ഇവിടൊക്കെ ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ സെമിത്തേരിന്റെ അടുത്ത് കൂടെ നടക്കുന്നത് ആദ്യമായിട്ടോ. എനിക്ക് ഒന്നാമത് ക്രിസ്ത്യൻ മതത്തിനോടും ഇവരുടെ ആചാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്തോ. ഇസബെല്ല ഫ്രാൻസിസ്, ഇസബെല്ല ഫ്രാൻസിസ് ഇസബെല്ല ഫ്രാൻസിസ്. ഇതാണ് നമ്മള് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് എന്താ ഒരു പ്രേതബാധ ഉള്ളൊരു ശവകുടീരമാണെന്നാണ് പറയുന്നത്. യൂട്യൂബിൽ നിന്ന് ഒരാൾ പറഞ്ഞു കേട്ട ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഇതാണത്. അപ്പോൾ ഇതാണ് പള്ളി. ഈ പള്ളീൻ്റെ മുന്നിൽ കൂടെ കയറി കഴിഞ്ഞ് ഇത് ഭയങ്കര വൈബുള്ള സ്ഥലം കേട്ടോ. എന്തായിരിക്കും അറിയില്ല, ഊട്ടിയിട്ടായതുകൊണ്ട് തന്നെ തോന്നും ഭയങ്കര രസം. ഇത് കൂടെ ഉള്ള സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്.
അപ്പോൾ നമ്മളിപ്പോൾ സെമിത്തേരിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സെമിത്തേരി വൈബ്? സെമിത്തേരി വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല വൈബ്. അല്ലെങ്കിലും ദൈവങ്ങളല്ലല്ലോ കൂട്ട്, എപ്പോഴും മരിച്ചവരും ചെലുത്താനല്ലോ കൂട്ട്. പക്ഷെ നല്ല നല്ല ഇതുണ്ട്. പക്ഷെ ഇതൊക്കെ 1800 സമയത്തൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഈസബലിനെ ഞാൻ കൊണ്ടുപോയി. 1800 ആ ഇസബെല്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ, അത് നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടൊരു ഇത് കണ്ടതാണ്. 1800-ലൊക്കെ ബോഡി അടക്കം ചെയ്തതൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ അത്രയും പഴക്കമുള്ള സെമിത്തേരിയാണിത്. പിന്നെ നല്ല ഇവിടെ ഒരു പള്ളി ഉണ്ട്, ഈ കാണുന്നത് ആ പള്ളി. പിന്നെ ഈ മരങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട മരങ്ങൾ, നല്ല രസമുള്ള മരങ്ങൾ. ഊട്ടി എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളാണല്ലോ. ഇത് പൈനാണോ അല്ലേ? ഇതെന്ത് മരം? ഇതെന്താ മരത്തിൻ്റെ പേരറിയില്ല. നല്ല വൈബ് ഇവിടെ. നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മളെന്താ സെമിത്തേരിയിൽ വൈബ് അടിക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് കണ്ടപ്പോൾ നല്ല ബൊട്ടാനിക്കൽ ഗാർഡനും മറ്റേതൊക്കെയാണ്, ബോട്ടിംഗ് ഒക്കെ ആണല്ലേ. നമ്മൾ വെറൈറ്റി ആയിട്ട് ഇത് ഒന്ന് പിടിച്ചതാണ്. ഇവിടെ വേറെ ടൈപ്പ് പള്ളി അല്ല കുരിശ്. ഇവിടെ അയ്യോ എന്താ കാലങ്ങനെ ഇതല്ലേ ചെറിയ കുട്ടിയല്ല, അത് ഡെവിൾസ് ലെഗ് ആണ്. ഡെവിൾസ് ലെഗ് ഒന്നുമല്ല, അത് ഡെവിൾസ് ലെഗ് ആണ്. കാണിച്ചത് ഇതാണ് നേരത്തെ പറഞ്ഞ കാലിൻ്റെ പറഞ്ഞു ഡെവിൾസ് ലെഗ് എന്ന് പറഞ്ഞു. പക്ഷെ അറിയില്ല. പക്ഷെ നല്ല ഇത് വേറൊരു കാല് പോലത്തെ സാധനത്തിൽ ബോഡി വെച്ചതാ തോന്നുന്നുണ്ട്. ഇതാ ഇത് അടക്കം ചെയ്തത്. പക്ഷെ ഇതിൻ്റെ അടിയിലാണോ മുകളിലാണോ എന്ന് അറിയില്ല. ഇവിടെ ഒരു ഗ്യാപ്പും ഉണ്ട്. പക്ഷെ അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ടാവും. പുറത്തുനിന്നൊക്കെ ചിലപ്പോൾ അവർ കൊണ്ടുവന്നാണോ അറിയില്ലല്ലോ. ഇതൊക്കെ ഇംഗ്ലീഷുകാരുടെ ഉണ്ട് ബോഡി. ഇവിടെ ഇതാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി നടന്ന സെമിത്തേരി എന്ന് പറയുന്നത്. ഇതൊക്കെ സെമിത്തേരിയാണ്. നല്ല രസമുണ്ടെന്ന് പറയാൻ പാടില്ല, അങ്ങനെയല്ല. പക്ഷെ നല്ലൊരു വൈബ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് ഈ ക്രിസ്ത്യൻ മതവിശ്വാസമൊക്കെ ഭയങ്കര കാര്യം. നമ്മളിപ്പോൾ കയറിയത് സെൻറ്റ് സ്റ്റീഫൻസ് സെമിത്തേരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പൂക്കളും പിന്നെ ഭയങ്കര മരങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പള്ളി. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പുള്ള സെമിത്തേരിയാണ്. ഇതാണ് പള്ളി, സെൻറ്റ് സ്റ്റീഫൻസ് പള്ളി. അപ്പോൾ സെമിത്തേരി ഇവിടെയാണ്. അപ്പോൾ ഇത് പഴയ ഒരു സെമിത്തേരി, പണ്ട് കാലത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഊട്ടിയിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ, പിന്നെ ലേക്കിൽ പോവുക, ബോട്ടിങ്, അങ്ങനത്തെ സ്ഥിരം പരിപാടികളിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ ഊട്ടിയിൽ എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ വന്നത്. അതായത് നമുക്ക് സ്ഥിരം പോകുന്ന സ്ഥലത്തൊന്നും പോകണ്ട. കാരണം അതൊക്കെ നമ്മൾ കണ്ടാണ്, ഗാർഡനും സാധനങ്ങളൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ചർച്ചും സെമിത്തേരിയൊക്കെ ഉണ്ട്. അതൊരു എന്താ പറയുക, എന്താ പേരിനെ പിന്നെയും മറന്നുപോയി, സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇനി ഊട്ടി വരുമ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് അടിച്ച് നോക്കുക. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൈബുള്ള സംഭവം കാണാം. സെമിത്തേരി നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നറിയാം, എന്നാലും കാണാൻ നല്ല രസമുണ്ട്, നല്ല വൈബുണ്ട്. ഞാനൊരു ഫ്രഞ്ച്, ഇറ്റാലിയൻ, പാരീസ് ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ വീഡിയോ വയ്ക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു മോഡൽ സാധനം വീഡിയോ വയ്ക്കുള്ളൂ. ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് ആ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കരിങ്കല്ല്, കല്ല്, ഇഷ്ടിക, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ എനിക്ക് ഇവിടെ ഊട്ടിയിൽ എന്താ വെച്ചാൽ എനിക്ക് ബംഗ്ലാവിൽ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബംഗ്ലാവ് അല്ലെങ്കിൽ കോട്ടേജ്, ഒറ്റൊരു ബംഗ്ലാവ്, മറ്റേ ഈ സിനിമയിലുണ്ടാവില്ലേ, പിന്നെ മറ്റേ വരുത്തൻ സിനിമയിൽ ഊട്ടി, അത് ഊട്ടിയല്ല, അത് വാഗമൺ, മൂന്നാർ എന്തോ ആണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ സായിനോട് പറഞ്ഞു എനിക്ക് ഏറ്റവും രണ്ടാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ടോയ് ട്രെയിനിൽ കയറണം. അത് മേട്ടുപ്പാളയം ടു ഊട്ടിയാണെങ്കിൽ അത് 5 മണിക്കൂറും, പിന്നെ അഥവാ കൂനൂർ ടു ഊട്ടി ആണെങ്കിൽ 1 മണിക്കൂറും. പക്ഷേ ബുക്ക് ചെയ്യണം, 1 മാസം 2 മാസം മുന്നേ ബുക്ക് ചെയ്യണം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടോയ് ട്രെയിനിൽ. പിന്നെ വണ്ടി പോട്ടെ, വണ്ടീൻ്റെ സൗണ്ട്. പിന്നെ എനിക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കണ്ട സാധനം എന്ന് വെച്ചാൽ സമ്മറിൻ ബത്ലഹീമിൻ്റെ സ്ഥലം. സമ്മറിൻ ബത്ലഹീമിൽ നമ്മളെ ഡെന്നിസും ടീമും താമസിച്ച ആ സ്ഥലം കാണണമെന്ന്, ആ ഒരു കോട്ടേജ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്നൊക്കെയാണ് കേട്ടത്. പിന്നെ നമ്മുടെ മഞ്ജു ചേച്ചി ഒരു രാത്രി കൂടി വിട വാങ്ങുവേ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു വൈബ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട
ഒരു സാധനമാണ്. അത് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് ഇപ്പോൾ ചർച്ച് കണ്ടു, സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് എന്ന് പറഞ്ഞ ചർച്ച് കണ്ടു, സെമിത്തേരി കണ്ടു. ഇനി അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ലൗഡേലിൻ്റെ സൈഡിലാണ് വന്നത്. ലൗഡേൽ പറഞ്ഞ സ്ഥലത്ത് ബൊട്ടാനിക്കൽ ഗാർഡനോ അങ്ങനത്തെ ബോട്ടിങ്ങോ അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. പക്ഷേ ഈ ലൗഡേൽ പറഞ്ഞ സ്ഥലത്തിൻ്റെ ആ റൂട്ടല്ല വന്നത്, ഇത് വേറെ റൂട്ടാണ്. വേറെ റൂട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് ഈ വൈബ് കാണുന്നത്. ഇതിപ്പോൾ നമ്മളെ സമയം ഉച്ചയ്ക്ക് 1:45, അതായത് 2 മണിയായി സമയം. 2 മണിക്കുള്ള ഒരു വ്യൂ ആണിത്. ഇത് ശരിക്കും ഫുള്ള് മഞ്ഞാണ്, നിങ്ങൾ കാണുന്ന പോലെയല്ല. ഇപ്പോൾ ടൈം പറഞ്ഞാൽ ജനുവരി 25 ആണ്. അപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഇത്രയും നല്ല തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ വേഗം വരണം ഊട്ടിക്ക്. ഫെബ്രുവരി മാർച്ചൊക്കെ ആക്കിന് സായി ഇതാ എവിടുന്നോ കയറി വരുന്നുണ്ട്. ഈ ട്രെയിൻ പോണ ഗുഹല്ലേ, ഗുഹയിനപ്പുറത്താ. ഗുഹയൊക്കെ ഉണ്ടോ അവിടെ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു വൈബുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പോകണല്ലേ. ഇനി പോയി നോക്കട്ടെ. ഇന്ന് തണുക്കുണ്ടോ? കൊറേ കേറിയതാണ്. അപ്പൊ ഇനി ഞങ്ങള് കേട്ടത് ഇതാണ് മഞ്ഞ് ഫുള്ള്, ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ്. അപ്പൊ നമ്മളിപ്പോ അടുത്ത റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്, ദ വെസ്റ്റ് ഡൗൺസ് റിസോർട്ട്. സോ നമ്മളിപ്പോൾ റിസോർട്ടിൽ വന്നിരിക്കുകയാണ്, വെസ്റ്റ് ഹൗസ് റിസോർട്ട്. ഈ റിസോർട്ട് അടിപൊളി റിസോർട്ടാണ്. 180 വർഷം പഴക്കമുള്ള റിസോർട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട് പോണ വഴി. എങ്ങനെയുണ്ട്? കൊള്ളാം. അവിടെ ആനയൊക്കെ ഉണ്ട്. അല്ല, ആന അപ്പുറത്തുണ്ട്, നിക്കണ ആന. ഇതല്ല ആനയുള്ളത്. ആന തുമ്പിക്കയ്യാറു. ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഉണ്ട് വീട്ടിൽ വെക്കണം. ഇതൊക്കെ വെക്കണം. ഞാൻ മേടിച്ചോണ്ട്, ഞാൻ ഇട്ടോണ്ട്. ഇതാണ് നമ്മള് റിസോർട്ട്. കണ്ടോ? താങ്ക് യു. ഇതാണ് നമ്മുടെ റൂം. എപ്പടി ഇருக்கு? ഒരു വൈബില്ലേ, എസ്തെറ്റിക് വൈബ്. അതാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആണ്. തണുത്തിട്ട് വയ്യ. സായി വേഗം ഓടിപ്പോയി ചൂടാവാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ. ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ. നമ്മളിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. സോറി, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡിന്നർ കഴിക്കാൻ പോട്ടെ. എന്റെ ഫോണിലുണ്ടല്ലോ, കാറിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണല്ലോ. ഞാൻ നോക്കുമ്പോ ബൂംബാങ്ങിന്റെ വീഡിയോ ഓൺ ആയിക്കട്ടെ എന്റെ ഫോണില്. അപ്പൊ അതിൽ പറയാ മരപ്പട്ടി കാട്ടത്തിന്റെ വില. അപ്പൊ ഞാൻ ചുറ്റിവിടെ മരപ്പട്ടിക്കാട്ടം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ സൗണ്ട് ആയിട്ട് ഞാൻ വിചാരിച്ചു എന്റെ ഫോണിൽ ഞാൻ ഓൺ ആയിക്കാം ബൂംബാങ്ങിന്റെ വീഡിയോ ഓൺ ആയിട്ട് അതില് മരപ്പട്ടിക്കാട്ടത്തിന്റെ വില. മരപ്പട്ടിക്കാട്ടം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കുറച്ച് വാങ്ങണല്ലോ. കോഫി നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലാണ് വന്നത്, സോറി ഒരു കഫേയിലാണ് വന്നത് നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കഫേയിലാണ് വന്നത്. സിമ്പിൾ പിസ്സ, ബർഗർ, സാൻഡ്വിച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊട്ടിയിലെ ഫസ്റ്റ് ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ഇനി നേരെ റൂമിൽ പോവാണ്. ഡിന്നറൊക്കെ കഴിച്ചു, കഫേയിൽ നിന്നായിരുന്നു നമ്മൾ കണ്ട പോലെ. അത് കഴിഞ്ഞ് നല്ല ഒരു ചൂട് ചായയും കുടിച്ച് നേരെ ഇനി റൂമിൽ പോവാണ്. സമയം 10-10:30. ഭയങ്കര തണുപ്പുണ്ട്, നല്ല അടിപൊളി തണുപ്പുണ്ട്, നല്ല രസമുള്ള തണുപ്പ്. വൈകുന്നേരം ഇതുവരെ ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, തണുപ്പുണ്ട് എന്തായാലും. ഇനി നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേ ഇൻ ഊട്ടിയാണ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്, ചെറിയ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. മഴയല്ല, എന്തായാലും മഞ്ഞിൻ്റെ വെള്ളമാണ്.
ഫുള്ള് നമ്മുടെ സെക്കൻഡ് ഡേ ഊട്ടി. എനിക്കങ്ങനെ ഓവറായിട്ട് തണുക്കണോ, സാധാരണ എനിക്ക് തണുപ്പത്ത് ജലദോഷം പിടിക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ നോർമൽ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുള്ളൂ, അല്ലാതെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല ഭാഗ്യത്തിന്. അപ്പം എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ. എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഇവിടുത്തെ നമ്മുടെ ബ്രിട്ടീഷ് കൾച്ചർ ഫുഡ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ഇന്ത്യൻ കൾച്ചറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഓ ഇവിടെ ഫുള്ള് തിരക്കാണല്ലോ. ഫുഡ് കഴിക്കട്ടെ. അപ്പം നമ്മൾ ഈ റിസോർട്ടിനോട് വിട പറയാണ്. നമ്മൾ ടാറ്റ പോവാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു സ്റ്റേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വരുന്നവർക്കൊക്കെ അടിപൊളി നല്ല, ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഫ്രഞ്ച് ബ്രിട്ടീഷ് ടൈപ്പ് സാധനങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇവിടെ വരിക. വെസ്റ്റ് വുഡ്സ് ഹെറിറ്റേജ് റിസോർട്ട്. കുറച്ച് റേറ്റ് ഉണ്ടാവും, കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റബിൾ ആണ്. ഇതേ ഉള്ളൂ. നമ്മൾ മോഡീസിലേക്ക് പോവാണ് രാവിലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതാണ് മോഡീസ്. നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിൽ വന്നാണ്. കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാർ നമ്മൾ ചിലപ്പോൾ ഫോൺ തട്ടിയെടുക്കും. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. പൈൻ ഫോറസ്റ്റ് ഗ്രിപ്പില്ലെങ്കിൽ വീഴും കേട്ടോ. ഇങ്ങോട്ട് വരുന്നു. നല്ല രസമുണ്ട്. യൂക്കാലിപ്റ്റസ് മരങ്ങൾ ആണോ? അപ്പൊ നമ്മള് ഊട്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. എപ്പടി ഇருக்கு നല്ല ചൂടാണ് നാട്ടിലെ വെയിലും. എനിക്ക് തണുപ്പ് പറ്റില്ല, തണുപ്പ് പറ്റില്ല, വെയിലും ചൂടും ഒക്കെ കിട്ടിയപ്പോ അങ്ങോട്ട് ഇറങ്ങി. വെയിലാണ് കൊണ്ടപ്പോ ഞാൻ ഉറങ്ങി. ഇത് അതുവരെ ഉറങ്ങിയിട്ടില്ല. ആ ചൂട് കിട്ടുമ്പോ ഞാനിവിടെ ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. ഇങ്ങനെ സമാധാനം ഇരിക്കാന്ന് പറയുന്നുണ്ട്. അവിടെ പോയി വന്നിട്ട് അല്ല എന്നോട് പറയുന്നുണ്ട്, അബിയൊക്കെ പറയുന്നുണ്ട് കാലിന് സോക്സ് ഒന്നും ഇടാന്ന്. ഞാൻ എനിക്ക് തണുക്കണില്ല, ഞാൻ കാലുമ്പോ സോക്സ് ഇട്ടില്ല. സായി കാലുമ്പോ 2-3 സോക്സ് ഒക്കെ ഇട്ടാണ് കിടന്നത്. 2-3 ടീഷർട്ടും എന്റെ മുകളിൽ കോട്ട്. സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായില്ല. മനസ്സിലായി. പിന്നെ ഓൾറെഡി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇന്ന ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ തന്നെ എനിക്ക് ലൂസ് മോഷൻ ഉണ്ട്, എന്റെ സ്റ്റൊമക്ക് ശരിയല്ല, എനിക്ക് ബാഡ് ഹെൽത്ത് ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്നോടുള്ള ഇഷ്ടം കൊണ്ടുവന്നു. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, എന്റെ ഭ്രാന്ത് ഇനി കേൾക്കണ്ടല്ലോ എന്നുള്ള കാര്യം തോന്നുന്നു. പലരും ഇങ്ങനെ ഇത് കട്ടരുത്. ഇത് ഞാൻ ബാക്കിയുള്ള എന്റെ ആൺസുഹൃത്തുക്കളോ ഹസ്ബൻഡ്സിനോടോ പറയും, നമ്മൾ പലതും സഹിച്ചിട്ടാവും ഇവരൊപ്പം പോണത്. അതിനുള്ള നന്ദി ഒന്നും ഈ നാറിയൊക്കെ ഉണ്ടാവില്ല. ഞാനൊരു 2-3 ദിവസമായി സ്നേഹം തരുന്നില്ലേ, പേരിന് മാത്രമേ ഉള്ളൂ. അത് എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കൊണ്ടുപോയിക്കണം, നാളെ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ പറയാ. അപ്പൊ നമ്മള് നാട്ടിലെത്തിയിട്ടുണ്ട്. എൻജോയ് ചെയ്ത് ഞാൻ തണുപ്പല്ല കേട്ടോ, ഞാൻ ഇപ്രാവശ്യം ട്രിപ്പിൽ എൻജോയ് ചെയ്തെന്താ അറിയാം, ഫുഡാവും എന്നും ഫുഡ് ഞാൻ വയറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കും. ഞാൻ അങ്ങനത്തെ ഒരു മൂടാ. തണുപ്പ് അല്ല, എൻജോയ് ചെയ്തെന്താ സെമിത്തേരി. സെമിത്തേരി ഫസ്റ്റ് സെമിത്തേരി എൻജോയ് ചെയ്തു. ഞാൻ സെമിത്തേരിയാണ് എൻജോയ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. നമ്മള് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വിഷയമായി, രസമുണ്ട്. ഇത്രയും കാലത്തിനിടയിൽ കണ്ട സമയത്തൊക്കെ ഊട്ടി പോയിട്ട് ആ സെമിത്തേരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
എത്ര ഊട്ടി പോയിട്ടുണ്ട് ഞാൻ വ്ളോഗിൽ കാണാം. ബൈ.